നല്ല മഴയുള്ള സമയത്ത് ഒരു പാനിപ്പൂരിയൊക്കെ കഴിക്കാൻ എന്തായാലും തോന്നും. അപ്പോൾ ഇതുപോലെ റീലും കൂടി കണ്ടു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കൺട്രോൾ പോകും. അങ്ങനെ ഞാൻ വീട്ടിലൊരു പാനിപ്പൂരി പാക്കറ്റ് ഇരിപ്പുണ്ടായിരുന്നു. ഇത് ആച്ചിയുടെ പാനിപ്പൂരി പാക്കറ്റാണ്. നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ പാനിപ്പൂരി ഉണ്ടാക്കാനായിട്ട് പറ്റും. അങ്ങനെ ഞാൻ ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് കുക്കറിലിട്ടൊന്ന് വേവിക്കാൻ വെച്ചു. ഇനി നമുക്ക് നമ്മുടെ സവാളയൊന്ന് അരിഞ്ഞ് ചെറിയ ചെറിയ പീസാക്കണം. ഇനി നമുക്ക് നമ്മുടെ ആ ഒരു പൂരിയുടെ പപ്പടം ഇല്ലേ, അത് നമുക്കൊന്ന് വറുത്തെടുക്കാവേ. അങ്ങനെ ഉരുളക്കിഴങ്ങ് ഇതായി കഴിഞ്ഞപ്പോൾ ഞാനത് നന്നായിട്ട് ഉടച്ചിട്ട് നമ്മുടെ സീസണിങ് പൗഡറുണ്ട് അതിൽ, ആ ഒരു പൗഡർ ഒഴിച്ച് കൊടുക്കുന്നു. ഇനി മല്ലിയിലയുടെയൊക്കെ ആ ഒരു പൗഡർ വരുന്നുണ്ട്, അതിൽ കുറച്ച് വെള്ളം എടുക്കുന്നു. പിന്നെ നമ്മുടെ ആ ഒരു മധുരമുള്ള പുളിയുടെ ഒരു ഇതുണ്ട്, അതും അങ്ങോട്ട് വെള്ളം ഒഴിച്ചെടുക്കുന്നു. ഇനി നമ്മുടെ പാനിപ്പൂരിയിലേക്ക് ഫില്ല് ചെയ്തതിന് ശേഷം നമുക്കതങ്ങോട്ട് കഴിച്ച് നോക്കാം. സത്യം പറയല്ല, ഇത്രയും മതി, നല്ല ഈസി ആയിട്ട് നമുക്ക് പാനിപ്പൂരി വയ്ക്കാം. അതിന് ശേഷം ഞാൻ ഇവിടെ 2 കുർത്ത സെറ്റാണ് കേട്ടോ കാണിക്കുന്നത്. ഒന്നിൽ ടോപ്പും അതിൻ്റെ ഷോളും വരുന്നുണ്ട്. അപ്പോൾ ഈ ഗ്രീൻ കളറിലുള്ളത് പ്രിൻ്റഡ് ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ എനിക്ക് അതങ്ങോട്ട് വലിയ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാൻ വാങ്ങിയത് ഒരു ബ്രൗൺ കളറിലെയാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതിയേ. ബായ്.